മഹാവിരൂപമായ ഒരു മുഖമായിരുന്നു എനിക്ക് അസുഖം വന്നതിന് ശേഷം. പിന്നെ എൻ്റെ കൈയും ഈ സൈഡ് മുഴുവൻ അനങ്ങാൻ പറ്റില്ല, എന്തോ പോലെ കൈ ഇങ്ങനെ പിടിക്കുമായിരുന്നു. ഇതൊക്കെ കുറേ ഞാൻ മാറ്റിയത് ഫിസിയോതെറാപ്പി ചെയ്തെങ്കിലും മ്യൂസിക് തെറാപ്പിയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വെറുതെ പറഞ്ഞത്, ഞാൻ ആദ്യം പരീക്ഷിച്ചത് എന്നെയാണ്. ഞാൻ ഇപ്പോഴും രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കും. ഇന്നും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് നല്ല ടി വിയിൽ നല്ല പാട്ടുകൾ, നല്ല സെലക്റ്റഡ് സോങ്സ് ഞാൻ കേട്ടോണ്ടിരിക്കും. അതാണ് എൻ്റെ മ്യൂസിക് തെറാപ്പി. ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ മനസ്സ് ഉറപ്പായിട്ട് ഇതെല്ലാം തളർന്നാലും എൻ്റെ മനസ്സ് തളരാതെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ കാരണം എൻ്റെ മ്യൂസിക് തെറാപ്പിയാണ്. എല്ലാവർക്കും മ്യൂസിക് തെറാപ്പി ആവശ്യമാണ്. കാരണം ഓരോ ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന തളർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലുള്ള തളർച്ച മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോണിക് മ്യൂസിക്കാണ്. ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല, പക്ഷേ എൻ്റെ വരവ് കണ്ടാൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല. ഞാൻ സ്നേഹിക്കുന്നു മനുഷ്യനെ, ഞാൻ ധീരമായിട്ട് നടക്കുന്നു. ഈ ധീരതയും സ്നേഹവും രണ്ടും ഒരുപോലെയാണ് വാസ്തവത്തിൽ. മനുഷ്യൻ്റെ 2 പക്ഷങ്ങളാണ്, ഒന്ന് ധീരതയും ഒന്ന് സ്നേഹവും. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റും. ഒരു സംഘർഷവും സംഘടനവും ഇല്ല നമുക്ക് സ്നേഹവും ധീരതയുണ്ടെങ്കിൽ. അതാണ് ഞാൻ എന്ത് കാര്യം എനിക്ക് എൻ്റെ ഭാവിയെപ്പറ്റി ഒന്നും ആലോചിക്കാറില്ല. എനിക്ക് പറയാൻ വേടനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേടൻ്റെ ആ പാട്ട് ഗംഭീരം തന്നെയാണ്. വിയർപ്പിൻ്റെ കുപ്പായം അത് നിറം മാറില്ല എന്ന് പറഞ്ഞ് അയാൾ എഴുതിയ ആ പാട്ട് ഏറ്റവും സുന്ദരമായ കവിതയാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞു. എല്ലാവരും അയാളെ ചീത്ത പറഞ്ഞപ്പോൾ. അയാൾ ബാക്കിയൊക്കെ പറയട്ടെ, ബാക്കി പറഞ്ഞാലും അയാൾ ചിലപ്പം അയാൾ ജയിലിൽ പോകേണ്ട ആളാണ്, അങ്ങനെയാണ്. അതാണ് ഈ പറയുന്നത്. അയാൾ ജയിലിൽ പോയിക്കോട്ടെ, ഈ എഴുതിയ സാധനം ഒക്കെയാണ് എനിക്ക്, അതെനിക്ക് പറയണല്ലോ. ആ അവാർഡ് കൊടുത്തത് എനിക്ക് ഇതിൽ അഭിപ്രായ വ്യത്യസ്തമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് തുറന്നു പറയാൻ പറ്റും. ഞാൻ തുറന്ന് എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യം. അതിനെ എനിക്ക് പക്ഷമൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് സത്യം തോന്നുന്ന കാര്യം ഞാൻ തുറന്നു പറയും, അസത്യം തോന്നുന്ന കാര്യം തുറന്നു പറയും. എത്ര നല്ലൊരു മഹത്തായ ഒരു, ഞാൻ സംഗീതത്തിലൊന്നും ആരുമല്ല, എഴുത്തിൽ ഞാൻ ആരാ? OV വിജയൻ്റെയൊക്കെ മുമ്പിൽ, വാസുവേട്ടൻ്റെ മുമ്പിൽ, വൈശാഖൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ ആരുമല്ല. സുഗതകുമാരിയുടെ മുമ്പിൽ, കുഞ്ഞനാഥനാരുടെ മുമ്പിൽ ഞാൻ ആരുമല്ല. പക്ഷേ എന്നാലും എനിക്ക് ഇത്രയും 76 കൊല്ലമായി ഞാൻ നിന്നത് ഒരിക്കലും ലഹരിയുടെ ഇതിലല്ല. ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടേ ഇല്ല, മദ്യം തൊട്ടിട്ടേ ഇല്ല. എൻ്റെ ഈ അസുഖം വന്നത് പോലും ഒരു ലഹരിയുടെയും കെയർ ഓഫിലല്ല, അതെൻ്റെ സ്വാഭാവികമായിട്ട് വന്നതാണ്. എൻ്റെ അച്ഛൻ ചെമ്പൈ നാഗബഹാദുരുടെ അടുത്ത് 14 കൊല്ലം പഠിച്ചതാണ്. ഇവിടെ പിന്നെ കോട്ടായിൽ അവിടെ തന്നെ ചെമ്പയുടെ താമസിച്ചിട്ടുള്ള ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിലൊരു റൂമിൽ അച്ഛൻ പോയി കിടക്കാറുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തുള്ള മറ്റേ പെരുങ്കുളങ്ങര അമ്പലത്തിൽ ശാന്തി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ രാമപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ കൂടെയുള്ള ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഇതൊരു പാരമ്പര്യമാണ് അവർക്ക്. എന്തൊരു സ്നേഹമാണ്, ഞാൻ എത്ര പ്രാവശ്യം അവിടെ പോയി പാടാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ചെമ്പയാണ് എനിക്ക് ഗുരുവായൂർ വെച്ച് അന്നപ്രാശനം ചെയ്തത്. അദ്ദേഹം സംഗീതം മാത്രമല്ല, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യം കൂടി എനിക്ക് തന്നിട്ടുണ്ടാവും. മഹാനുഭാവനായ ചെമ്പയ്ക്ക് നമസ്കാരം.